ഒരു മൊറോക്കക്കാരൻ, അറബ് വംശനാണ്. പുള്ളി പറയുന്നത് എനിക്കൊരു പ്രശ്നമുണ്ട്, എന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്നെ നോക്കിയാൽ, എന്നെ കണ്ടാൽ, എന്റെ പേര് കേട്ടാൽ ഞാനൊരു അറബ് വംശനാണെന്ന് തോന്നും, അതാണ് എന്റെ പ്രശ്നം, ഞാനൊരു അറബ് ആയതുകൊണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെയാണ് പുള്ളി പറയുന്നത്. മൊറോക്കക്കാരനുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ രവിചന്ദ്രൻ പുറത്തിറക്കിയതാണ് നമ്മളിപ്പോൾ കണ്ടത്. ഒരു ഓൺലൈൻ സംവിധാനത്തിൽ നിന്നോ പ്ലാറ്റ്ഫോമിൽ നിന്നാണ് ഈ വീഡിയോ കിട്ടിയത് എന്നാണ് രവിചന്ദ്രൻ പറയുന്നത്. ഇതാണ് അയാളുടെ അന്നത്തെ വിഷയത്തിൻ്റെ പ്രധാനമായിരിക്കുന്ന കാതൽ. നമ്മൾ സംസാരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. യുക്തിവാദം അത് തന്നെ മണ്ടത്തരമാണ്. അത് ഏറ്റവും കൂടുതൽ പരിഷ്കരിച്ചാൽ പോലും ഇസ്ലാമിനെ വിമർശിക്കുക എന്നുള്ളിടത്തേക്കാണ് എല്ലാ യുക്തിവാദികളും സംഘം ചേർന്ന് എത്താറുള്ളത്. അത് മുസ്ലിം യുക്തിവാദികളാണെങ്കിൽ കുറച്ചും കൂടി തീവ്രമായ രീതിയിൽ ഇസ്ലാമിനെ വിമർശിക്കും. രവിചന്ദ്രനെ പോലെയുള്ളവരാണെങ്കിൽ അതിൻ്റെ മേലെ കയറുന്ന വിമർശിക്കും. ഇനി ഇടപുറകിനെ പോലുള്ളവരാണെങ്കിലോ അതിൻ്റെ മേലെ കയറുന്ന വിമർശിക്കും. ഇനി മൈത്രനാണെങ്കിലോ ഒന്നുകൂടി ഡോസ് കൂട്ടിയിട്ട് വിമർശിക്കും. എല്ലാത്തിൻ്റെയും വിമർശനത്തിന് വിധേയമാകുന്നത് ഇസ്ലാമാണ് എന്നൊരു പ്രത്യേകത. അതായത് മുഖ്യ ശത്രു, യുക്തിവാദികളുടെ മുഖ്യ ശത്രു എല്ലാ കാലത്തും ഇസ്ലാമാണ്. ഇപ്പോൾ രവിചന്ദ്രൻ പറഞ്ഞിരിക്കുന്നത് ഒരു മൊറോക്കോക്കാരൻ, അദ്ദേഹം എൻ്റെ പേര് കേട്ടാൽ അറബ് വംശജനാണ് എന്ന് തോന്നുന്നു, അതിനാൽ തന്നെ മാനസികമായ രീതിയിൽ ഞാൻ വലിയ പ്രയാസത്തിലാണ്, എനിക്ക് ജീവിക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ട്, മുസ്ലിം ആയതിൻ്റെ പേരിലും അറബ് സംസാരിക്കുന്നതിൻ്റെ പേരിലും അറേബ്യക്കാരനാണ്, അതായത് അറബ് വംശജനാണ് എന്ന് തോന്നുന്ന കാരണത്താലും ഉണ്ടാകുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. ഇതൊരു വിഷയത്തെ അടിസ്ഥാനമാക്കി പറയേണ്ട ഒരു പ്രശ്നമാണോ യഥാർത്ഥത്തിൽ? അല്ല. വിഷയ ദാരിദ്ര്യം ഉണ്ടാവുന്ന സമയത്ത് രവിചന്ദ്രനെ പോലെയുള്ളവർ തെരഞ്ഞ് കണ്ടുപിടിച്ചിട്ട് വിഷയമാക്കി എടുത്തിടുക എന്ന് മാത്രമേ ഉള്ളൂ. ഒരു രാജ്യത്തിൻ്റെ അകത്ത് ഒരു വ്യക്തി പറയുന്നു, അപ്പോൾ എല്ലാ വിഭാഗത്തിലും സംതൃപ്തരായിരിക്കുന്ന സമൂഹം തന്നെയാണോ ഉണ്ടാവുക? ഒരിക്കലും അല്ല. നമുക്ക് നോക്കാം. മൊറോക്കക്കാരനാണ് ഈ പറയപ്പെട്ട കക്ഷി. മൊറോക്കോയിലുള്ള ആകെ ജനസംഖ്യ 3.9 കോടിയാണ്. മൊറോക്കോ ജനസംഖ്യയുടെ കാര്യമാണ് പറയുന്നത്. അതിൽ അറബ് വംശജർ 70%, അറബ് ബെർബർ വംശജർ 28%. യൂറോപ്യൻ, ആഫ്രിക്കൻ ജൂതന്മാർ ചേർന്നിട്ട് നോക്കുന്ന സമയത്ത് 1% അവിടുത്തെ ജനസംഖ്യ. ക്രിസ്ത്യാനികൾ മൊത്തത്തിൽ 1% മൊറോക്കോയിലെ ജനസംഖ്യ. ഔദ്യോഗികപരമായിരിക്കുന്ന അവിടുത്തെ ഭാഷ അറബിയാണ്. അവരുടെ വേഷം ഏറെക്കുറെ അറേബ്യൻ വേഷത്തോട് സാമ്യമുള്ളതാണ്. ഈ ഒരു രാജ്യത്തിൻ്റെ അകത്ത്, അതായത് 3.9 കോടി ജനങ്ങളുള്ള 99% മുസ്ലിങ്ങളുള്ള, അത് സുന്നി മുസ്ലിങ്ങളുള്ള, അറബ് ഭാഷ സംസാരിക്കുന്ന, അറേബ്യൻ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഈ മൊറോക്കോ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ അകത്ത് ഒരുത്തൻ പറയുന്നു, ആ പേര് ഉള്ളത് കൊണ്ട് എനിക്ക് മാനസികമായിരിക്കുന്ന പ്രശ്നമുണ്ട്. അത് പൊക്കിപ്പിടിച്ചിട്ട് രവിചന്ദ്രൻ ആഘോഷിക്കുന്നു, ആനന്ദിക്കുന്നു, ഉത്സവം കാണിക്കുന്ന രീതിയിലാണ് അയാളുടെ പ്രവർത്തനങ്ങളൊക്കെ. അപ്പോൾ മുസ്ലിങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട്, മുസ്ലിങ്ങൾക്ക് നേരെ ചൂണ്ടിക്കൊണ്ട് സംസാരിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്. നമ്മൾ പറഞ്ഞ രവീന്ദ്രനാണെങ്കിലും ഇനി പിന്നെ RP കുസൈൻ ഇല്ലേ, അവൻ്റെ സ്ഥിതി എന്താ? RP കുസൈൻ ഈ മുസ്ലിം വിരോധം പറയുന്നവർ എന്തിനാണ് മുസ്ലിം പേര് വെക്കുന്നത്? ജബ്ബാർ എന്ന് പറഞ്ഞ ചോദിച്ചാൽ കഴിഞ്ഞിട്ട് പേരവർ മാറ്റുന്നില്ല. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. മുസ്ലിം പേരിൽ നിന്നുകൊണ്ട് മുസ്ലിമിനെയും ഇസ്ലാമിനെയും വിമർശിക്കുക, അതൊരു ആനന്ദഘട്ടം, ലഹരി ഉപയോഗിക്കുന്നവരുടെ ആനന്ദം പോലെയാണ് യഥാർത്ഥത്തിൽ ഇവർക്ക് ഈ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ മുസ്ലിം വിരോധമുള്ളവർ അല്ലെങ്കിൽ മുസ്ലിം കാഴ്ചപ്പാടോ അതിൻ്റെ നിലപാടിനോടും എതിർപ്പുള്ളവർ ആദ്യം തന്നെ പേരങ്ങോട്ട് ഒഴിവാക്കും. എനിക്ക് ആ പേര് തന്നെ വേണം, പുതിയ പേര് സ്വീകരിക്കും. എന്നാൽ അത് അവർ സ്വീകരിക്കുമോ? ഇല്ല. അതേ പേരിൽ നിന്നാണ് അവർ വിമർശിക്കുന്നത് എന്നുള്ളത് സമയത്ത് തന്നെ അവരുടെ മാനസികാവസ്ഥ മനസ്സിലാക്കാൻ പറ്റും. ലോകാടിസ്ഥാനത്തിൽ നമ്മൾ നോക്കുന്ന സമയത്ത് മുസ്ലിങ്ങൾ ഉന്നം വെച്ചുകൊണ്ട് സംസാരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ലോകാടിസ്ഥാനത്തിൽ ഇത് ചർച്ച ചെയ്യുന്നത്. ലോകാടിസ്ഥാനത്തിൽ 210 കോടി ജനങ്ങൾ ലോകത്തിലെ വ്യത്യസ്തമായിരിക്കും, അതായത് ലോകത്ത് മൊത്തം 200-ലധികം രാഷ്ട്രങ്ങളുണ്ട്. എല്ലാ രാഷ്ട്രങ്ങളിലും മുസ്ലിങ്ങളുണ്ട്. 250 കോടിയാണ് ക്രിസ്ത്യാനികളുടെ എണ്ണം, 210 കോടിയാണ് മുസ്ലിങ്ങളുടെ എണ്ണം. ജനസംഖ്യാടിസ്ഥാനത്തിൽ നോക്കുന്ന സമയത്ത് 10 വർഷം കഴിയുന്ന സമയത്ത് ക്രിസ്ത്യൻ ജനസംഖ്യയേക്കാൾ മേലെ മുസ്ലിം ജനസംഖ്യ വരും. അത് കൃത്യമായിരിക്കുന്നൊരു കണക്ക് കൂടിയാണ്. ജനസംഖ്യാ വർധനവ് മുസ്ലിങ്ങളിൽ വലിയ രീതിയിൽ ഉണ്ടാകുന്നു, ജനസംഖ്യാ നിയന്ത്രണം ക്രിസ്ത്യാനികളിൽ വലിയ രീതിയിൽ നിലനിൽക്കുന്നു.
അങ്ങനെ ആ സമയത്ത് ഓവർടേക്ക് ചെയ്യുക വളരെ എളുപ്പമാണ്. അപ്പോൾ ലോകത്തെ മൊത്തം ജനസംഖ്യയിലെ 24 മുതൽ 25% വരെ മുസ്ലിങ്ങളാകുന്നു. ലോകാടിസ്ഥാനത്തിലാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. ഇനി മുസ്ലിം രാജ്യങ്ങളുടെ എണ്ണം നമ്മൾ നോക്കുന്ന സമയത്ത് 50 മുതൽ 50ഓളം മുസ്ലിം രാജ്യങ്ങളുണ്ട്. 56 എന്ന് കാണാൻ വേണ്ടി സാധിക്കുന്നു. അപ്പോൾ ചിലതിലൊക്കെ മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രദേശവും മുസ്ലിം രാജ്യമായിട്ട് എണ്ണതുകൊണ്ടായിരിക്കാം. ഏതാണെങ്കിലും 50 രാജ്യങ്ങൾ മുസ്ലിം രാജ്യങ്ങൾ നിലവിലുണ്ട്. അറബ് സംസാരിക്കുന്ന 22 രാജ്യങ്ങളുണ്ട്. അത് നമ്മൾ നോക്കുന്ന സൗദി അറേബ്യ, UAE, ഖത്തർ, കുവൈറ്റ്, ബഹ്റൈൻ, ഒമാൻ, യമൻ, ഇറാഖ്, ജോർദാൻ, ലെബനാൻ, സിറിയ, ഫലസ്തീൻ, ഈജിപ്ത്, ലിബിയ, തുണീഷ്യ, അൾജീരിയ, മൊറോക്കോ, മോറിറ്റാനിയ, സുഡാൻ, സോമാലിയ, ജിബൂട്ടി, കൊമോറസ്, ഈ രാജ്യങ്ങളെല്ലാം അറബ് സംസാരിക്കുന്ന രാജ്യങ്ങളാണ്. മറ്റൊരു പ്രത്യേകത എന്താണെന്നറിയോ? ലോകത്ത് ഏറ്റവും വലിയ സാമ്പത്തിക വിപ്ലവം ഉണ്ടാക്കുന്നത് ഈ പറയപ്പെട്ട രാജ്യങ്ങളിലാണ്. മൊത്തം ലോക ജനസംഖ്യയിലെ 30% സാമ്പത്തികവുമായിട്ട് ബന്ധപ്പെട്ട മേഖല അറബ് മുസ്ലിം രാജ്യങ്ങളിലാണ്. പ്രത്യേകത തന്നെയാണ്. അവരുടെ ഭൂമിയിലുള്ള പെട്രോളിയം പോലെയുള്ള സംവിധാനങ്ങൾ ലോകത്തെ ഒരു രാജ്യങ്ങളില്ല. അമേരിക്ക ഏറ്റവും കൂടുതൽ ഈ എണ്ണക്കനികളുള്ള രാജ്യമാണ്. എണ്ണക്കനികളല്ല, പെട്രോളിയം ഉൽപ്പന്നവുമായിട്ട് ബന്ധപ്പെട്ട് അവർ ചില നിർമ്മിത വസ്തുക്കൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഏറ്റവും കൂടുതൽ അവിടെയാണ്. പല കിണറുകളും അവർ കണ്ടെത്തിയിട്ടുണ്ട്. കൂടുതൽ കിണറുണ്ട് എന്നും പറയുന്നു. അതിൽ നിന്നൊക്കെ നിർമ്മാണം നടത്തുന്നുണ്ട് എന്നും പറയുന്നു. പക്ഷേ എന്ന് പറയാം, ക്വാളിറ്റി ഉള്ള ഒരു പെട്രോളിയം നിർമ്മിക്കാൻ വേണ്ടി അമേരിക്കക്ക് സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയമൊക്കെ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഇറാനും അമേരിക്കയും തമ്മിൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഉണ്ടായ സമയത്ത് 32% പെട്രോളിയത്തിന് വില വർധന നടന്നിട്ടുണ്ട് അമേരിക്കയിൽ. അത് നിയന്ത്രിക്കാൻ അമേരിക്കയ്ക്ക് സാധിച്ചിട്ടില്ല. ലോകത്ത് ഏറ്റവും കൂടുതൽ പെട്രോളിയം ഉണ്ടാക്കുന്ന, വിൽപ്പന നടത്തുന്ന രാജ്യങ്ങൾ തങ്ങളുടേതാണെന്നൊക്കെ അഭിമാനപൂർവ്വം പല ഘട്ടങ്ങളിലും ട്രംപ് ഇങ്ങനെ വിളിച്ചു പോകലുണ്ട്. എന്നാൽ പിന്നെ പെട്രോളിയം നിയന്ത്രിക്കേണ്ടേ? ഈ യുദ്ധം ഉണ്ടായിരിക്കുന്ന സമയത്ത് നമ്മുടെ ഇന്ത്യയുടെ പൈസ പറഞ്ഞ സമയത്ത് 10 രൂപ മുതൽ 30 രൂപ വരെ പെട്രോളിയത്തിൻ്റെ വില ഇടിഞ്ഞ സ്ഥലമാണ് ഇറാൻ. അവിടെ പെട്രോളിയത്തിന് വില കുറവാണ് ഈ യുദ്ധമൊക്കെ നടക്കുന്ന സമയത്തും. മറ്റിടത്തോ ഞങ്ങളുടെ കയ്യിലാണ് ഏറ്റവും കൂടുതൽ ഉണ്ട് എന്ന് പറയുന്നത് കൂടുതലാണ്. നമ്മുടെ വിഷയം എന്ന് പറയുന്നത് ഈ യുക്തിവാദികൾ തലങ്ങും വിലങ്ങും അവരുടെ ഏത് ഒരു പ്രസംഗമാണെങ്കിലും, അവർ എഴുതപ്പെട്ട ലേഖനമാണെങ്കിലും, അവരുടെ ചർച്ചാ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളാണെങ്കിലും അവരൊക്കെ സംസാരിക്കുന്നത് ഇസ്ലാമിനെക്കുറിച്ചും ഇസ്ലാമുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് വിമർശിക്കാനാണ് ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുക. അതിനെന്താ, യാഥാർത്ഥ്യമുള്ളിടത്തെ എന്തുണ്ടാവും? വിമർശനമുണ്ടാവും. സത്യമുള്ളിടത്തെ എതിർക്കാൻ ആളുണ്ടാവും. അതില്ലാത്തതുണ്ടാവില്ല. ക്രിസ്ത്യൻ മേഖലയിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. ക്രിസ്ത്യൻ മേഖലയിലുള്ള യുക്തിവാദികൾ വിമർശിക്കുക ഇസ്ലാമിനെ ആയിരിക്കും. ഹിന്ദു മേഖലയുള്ളവരും വിമർശിക്കുക ഇസ്ലാമിനെ ആയിരിക്കും. അതാണ് അവർ ടാർഗറ്റ് ചെയ്യുന്നത്. ഈ ടാർഗറ്റ് ചെയ്ത് വിമർശിക്കുന്നതിനനുസരിച്ച് ഇസ്ലാം ചെറുതാകുകയാണോ? വിപുലമായി കൊണ്ടേയിരിക്കുകയാണ്. ഇന്ന് 2 നദികൾ ലോകത്തെ നിയന്ത്രിക്കുന്നു. ഒന്ന് ഇറാൻ്റെ ഹോർമസ്, മറ്റൊന്ന് യമൻ്റെ ചെറിയൊരു ഭാഗമായ ചെങ്കടൽ. ലോകത്തെ നിയന്ത്രിക്കുന്നു 2 മുസ്ലിം രാജ്യങ്ങൾ. ഒന്ന് രാജ്യം എന്ന് പറയാൻ പറ്റില്ല. യമനിലെ ഊത്തികൾ എന്ന് പറയാൻ രാജ്യത്തിൻ്റെ സൈനികരൊന്നുമല്ല, അവിടുത്തെ വിമതപക്ഷം എന്നേ പറയാൻ പറ്റൂ. അത്രക്ക് ലോകത്തിൻ്റെ കടിഞ്ഞാണുള്ള, ലോകത്തിൻ്റെ നിയന്ത്രണമുള്ള, ലോകത്തിൻ്റെ സാമ്പത്തികമായിരിക്കുന്ന മേഖലയെ നിയന്ത്രിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾക്ക് അന്നം നൽകുന്ന, തൊഴിൽ നൽകുന്ന ഇടത്തിൻ്റെ പേരാണ് ഇസ്ലാമിക രാജ്യം എന്ന് പറയുന്നത്. ആ രാജ്യത്ത് ഒരുത്തൻ അവൻ്റെ ഭാഷ സംസാരിച്ച് അറേബ്യൻ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് എന്നതിനാൽ ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അവന് നല്ല ചികിത്സ കൊടുക്കണം. നല്ല മാനസികമായിട്ട് തകർന്നിട്ടുണ്ട്. അതല്ലെങ്കിൽ നല്ല MDMA അവന് ചാമ്പാറുണ്ട്. എന്നിട്ട് പിന്നെ എന്തുണ്ടാവുന്നുണ്ട്? അത് കിട്ടാതാവുന്നുണ്ട്. കിട്ടാതാവുന്ന സമയത്ത് നമ്മുടെ രവിചന്ദ്രൻ അവിടെ എത്തിയിട്ടുണ്ടാവും. രവിചന്ദ്രൻ ആ സമയത്തായിരിക്കും കണ്ടെത്തുന്നത്. അങ്ങനെയാണ് മൂപ്പർ അതൊരു വീഡിയോ ആക്കിയിട്ട് പുറത്ത് വിടുന്നതെന്ന് ചുരുക്കം. നമ്മൾ പറഞ്ഞു വരുന്നതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്, ഇസ്ലാമിനെ വിമർശിക്കാൻ വേണ്ടി വിഷയമില്ലാത്ത സമയത്ത് വിഷദാരിദ്ര്യം ഉണ്ടാകുമ്പോൾ ഇങ്ങനെ പരിധിയിട്ട് എന്തെങ്കിലും ഒന്ന് എടുത്തു വിട്ടിട്ട് ലോകാടിസ്ഥാനത്തിൽ മുസ്ലിങ്ങൾക്ക് അപമാനം വരുന്നു, മുസ്ലിമായിട്ട് ജീവിക്കാൻ വേണ്ടി പറ്റില്ല എന്ന് പറയുന്നു. നമ്മൾ ഇപ്പം നടക്കുന്ന യുദ്ധം, ഇസ്രായേലുമായിട്ടുള്ള ബന്ധപ്പെട്ട യുദ്ധത്തെക്കുറിച്ച് നമ്മൾ പറയുന്ന സമയത്ത് 18% മുസ്ലിങ്ങളുടെ രാജ്യമാണ് ഇസ്രായേൽ. 18% മുസ്ലിങ്ങളാണ് ഇസ്രായേലുള്ളത്. അവിടെ പള്ളിയുണ്ട്, അവിടെ പ്രാർത്ഥനയുണ്ട്, അവിടെ മുസ്ലിങ്ങളുണ്ട്, അവിടെ സംസ്കാരം രീതിക്കനുസരിച്ച് ജീവിക്കുന്നു. ലോകത്തെല്ലാ രാജ്യത്തും മുസ്ലിങ്ങളുണ്ട്. ലോകത്തെല്ലാ രാജ്യത്തും പള്ളികളുണ്ട്. ലോകത്തെല്ലാ രാജ്യത്തും ബാങ്ക് വിളികളും അതിൻ്റെ കർമ്മധർമ്മങ്ങളും നടക്കുന്നു. എന്നാൽ ക്രിസ്ത്യാനികളില്ലാത്ത രാജ്യങ്ങളുണ്ട്.
ക്രിസ്തു ചർച്ചുകളില്ലാത്ത രാജ്യങ്ങളുണ്ട്, ക്രിസ്ത്യൻ പൗരന്മാരില്ലാത്ത രാജ്യങ്ങളുണ്ട്, ഹിന്ദു വിശ്വാസികൾ പൗരത്വമില്ലാത്ത രാജ്യങ്ങളുണ്ട്. അങ്ങനെ മറ്റെല്ലാ രാജ്യങ്ങളും എണ്ണിക്കഴിഞ്ഞാൽ അങ്ങനെ എല്ലാ രാജ്യങ്ങളിലും ഉണ്ട് എന്ന് ചുരുക്കം. എല്ലാ രാജ്യങ്ങളിലും മുസ്ലിങ്ങളില്ലാത്ത ഒരു രാജ്യത്തിൻ്റെ പേര് പറയാൻ പറ്റില്ല, മറ്റ് മതങ്ങളില്ലാത്ത ഒരുപാട് രാജ്യത്തിൻ്റെ പേര് പറയാൻ വേണ്ടി പറ്റും. അപ്പം നമ്മൾ ഈ വിഷയം പറയുന്ന സമയത്ത് ഈ രവിചന്ദ്രനെ സംബന്ധിച്ചിടത്തോളം സത്യം പറഞ്ഞാൽ അയാൾക്കൊക്കെ ഒരു മാനസിക വൈകല്യമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ എല്ലാ കഥകളും യോജിപ്പില്ലാത്ത കഥകളും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാണ് നമ്മൾ പറഞ്ഞതിൻ്റെ ഉദ്ദേശം.